അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നല്ല ഫ്രഷ് കാന്താരിയും അതുപോലെ തന്നെ നല്ല നാടൻ കോഴിയും കൂടി ഒരു അടിപൊളി കാന്താരി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് കോഴിയെ കഴുകിയെടുത്ത് ഈ മുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞെടുത്ത് നമുക്ക് നല്ല അടിപൊളി കാന്താരി ചിക്കൻ ഉണ്ടാക്കാം. നെറ്റുകളല്ലേ ക്ഷമ വേണം. ഏകദേശം കണ്ണിന് ഇതിവിടെ എന്തോ ഒരു സാധനം തുടക്കി കാന്താരിയുടെ സാധനം ഇപ്പൊ കണ്ണൂർ സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. മതില്ലേ, ബാക്കി അച്ചാറിടാം നമുക്ക് അല്ലേ. അടിപൊളി. ഉരുളി വെക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ, കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പാകത്തിന് കല്ലുപ്പ് അല്ലേ. കാന്താരി കുറച്ച് മഞ്ഞൾപ്പൊടി മതില്ലേ, മതി. ചിക്കൻ
അപ്പോൾ നമ്മൾ ഈ സാധനം നമ്മുടെ കപ്പയുടെ കൂടെയാണ് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോണത്. അപ്പോൾ കുറച്ച് ഇറച്ചിയും ഒരു ദിവസം കപ്പയും അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ കൂടി എടുത്തിട്ട് അടിപൊളിയിട്ടാണ് സംഭവം. നമ്മൾ വിചാരിക്കും കാന്താരി സാധനങ്ങൾ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് എങ്ങനെയുണ്ട്? അടിപൊളി. ഇങ്ങനെയുണ്ട് സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തം കയറ്റി വെച്ചിരിക്കുകയാണ്. സംഭവം അടിപൊളിട്ടാ. ആഹാ, അത്ര എരിവൊന്നുമില്ല എന്നാ അല്ലേ? നമ്മൾ മുളക് ഇട്ട് കണ്ട ആളുകൾ വിചാരിക്കും നല്ല എരിവായിരിക്കുന്നു. പക്ഷെ മുളക് കൂടി വെന്തപ്പുണ്ടല്ലോ അതിന് എരിവ് ഈ ചിക്കനിൽ കൂടെ പിടിച്ചു പോലെ അത്ര ഇല്ല എരിവൊന്നും. സംഭവം പൊളി. നമുക്ക് എരിവുണ്ടാകും. നമ്മുടെ കുട്ടിച്ചങ്ങ് ചോദിക്കുക എരിവുണ്ട് വേനെ എരിവുണ്ട് ടേസ്റ്റാണ് ഇത്. ഞാൻ പറഞ്ഞ പിന്നെ കുഴപ്പമൊന്നും കേട്ടാ. സംഭവം അടിപൊളിട്ടാ, ഒരു രക്ഷയില്ല. ഇത് ഇടുക്കിക്കാരുടെ റെസിപ്പിയാണ് അല്ലേ? ഇടുക്കിയുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് സംഭവം. വെറും കാന്താരിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി എണ്ണ അത്ര തന്നെ, കുറച്ച് കറിവേപ്പില അല്ലേ, വേറെ ഒന്നുമില്ല അതിനകത്ത്. പക്ഷെ ടേസ്റ്റ് ഉപയോഗിക്കണം. നമ്മൾ കുറേ മസാലയൊക്കെ വായിട്ടിട്ടുണ്ട്, അതാണ് ടേസ്റ്റ് നമ്മളതുപോലെ ചിക്കൻ പള്ളിപ്പാളയം അത് അടിപൊളിയാണ്. അടിപൊളിയാണ്. മസാലകൾ കുറയ്ക്കുന്നതോറും ടേസ്റ്റ് കൂടുകയാണ്. നാടൻ കോഴി നമ്മൾ വേഗം കുറേ സമയം എടുത്തു. പക്ഷെ നാടൻ കോഴിൻ്റെ രുചി വേറെ തന്നെ കേട്ടാ. അച്ചു അങ്ങനെ ഉണ്ട് ടേസ്റ്റ്? അടിപൊളി അല്ലേ? ആ കപ്പയും കൂടി ആയപ്പോൾ ഇത് കറിയിൽ ചോറിൽ വേണ്ടി ഇട്ട് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ ഇത് ഇതിൻ്റെ ട്രഡീഷണലായിട്ട് കപ്പയിലാണ് കൂടുതലായിട്ട് സാധനം കഴിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓവർഫ്ലോയിൽ കൊടുത്തു വിടാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും അവർക്കും രുചി അറിയട്ടല്ലേ? അപ്പോൾ നേരെ നമുക്ക് പാത്രത്തിലാക്കി നമുക്ക് നമ്മൾ ഓവർഫ്ലോയിൽ കൊടുത്തു വിടാം.